Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. നമുക്ക് ഒരു പൊരുത്തപ്പെടുത്തൽ ചോദ്യം നോക്കാം. തയ്യാറാണോ? കോളം എയിലെ വിവരങ്ങൾ കോളം ബിയുമായി ശരിയായി ചേരും പടി ചേർക്കുക. ചോദ്യത്തിലെ പട്ടിക ശ്രദ്ധിക്കുക. കോളം എയിൽ ഉപകരണങ്ങളും കോളം ബിയിൽ അവയുമായി ബന്ധപ്പെട്ട തത്വങ്ങളോ ഭാഗങ്ങളോ ആണ് നൽകിയിട്ടുള്ളത്. 1. AC ജനറേറ്റർ. 1. മ്യൂച്വൽ ഇൻഡക്ഷൻ. 2. DC ജനറേറ്റർ. 2. മോട്ടോർ തത്വം. 3. ലൗഡ് സ്പീക്കർ. 3. സ്പ്ലിറ്റ് റിംഗ്. 4. ട്രാൻസ്ഫോർമർ. 4. സ്ലിപ്പ് റിംഗുകൾ. ഓപ്ഷൻ എ 1 4 2 1 3 2 4 3. ഓപ്ഷൻ ബി 1 4 2 3 3 2 4 1. ഓപ്ഷൻ സി 1 3 2 1 3 2 4 3. ഓപ്ഷൻ ഡി 1 4 2 1 3 3 4 2. ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം? ഓരോ ഉപകരണവും ഏതുമായി ചേരുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം നമുക്ക് ഈ ഉപകരണങ്ങളെയും തത്വങ്ങളെയും വിഷ്വലൈസ് ചെയ്യാം. 4 ഉപകരണങ്ങളും അവയുടെ സവിശേഷതകളുമാണ് ഇവിടെ ഉള്ളത്. ഓരോന്നായി പൊരുത്തപ്പെടുത്താം. ആദ്യത്തെ ഉപകരണം AC ജനറേറ്റർ ആണ്. AC ജനറേറ്ററിൽ ബാഹ്യ സർക്യൂട്ടിലേക്ക് വൈദ്യുതി എത്തിക്കാൻ ഉപയോഗിക്കുന്നത് സ്ലിപ്പ് റിംഗുകളാണ്. അതുകൊണ്ട് AC ജനറേറ്റർ സ്ലിപ്പ് റിംഗുകളുമായി ചേരുന്നു. അതായത് 1 4 മായി ചേരുന്നു. രണ്ടാമത്തേത് DC ജനറേറ്റർ. DC ജനറേറ്ററിൽ ഒരേ ദിശയിൽ വൈദ്യുതി ലഭിക്കുന്നതിനായി സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് DC ജനറേറ്റർ സ്പ്ലിറ്റ് റിംഗുമായി ചേരുന്നു. അതായത് 2 3 മായി ചേരുന്നു. മൂന്നാമത്തെ ഉപകരണം ലൗഡ് സ്പീക്കർ. ലൗഡ് സ്പീക്കർ മോട്ടോർ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. കാന്തികമണ്ഡലത്തിലിരിക്കുന്ന ചാലകത്തിലൂടെ കറന്റ് കടന്നുപോകുമ്പോൾ ഒരു ബലം ഉണ്ടാകുന്നു. അതുകൊണ്ട് ലൗഡ് സ്പീക്കർ മോട്ടോർ തത്വവുമായി ചേരുന്നു. അതായത് 3 2 മായി ചേരുന്നു. നാലാമത്തേത് ട്രാൻസ്ഫോർമർ. ട്രാൻസ്ഫോർമറിന്റെ പ്രവർത്തന തത്വം മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. അതുകൊണ്ട് ട്രാൻസ്ഫോർമർ മ്യൂച്വൽ ഇൻഡക്ഷനുമായി ചേരുന്നു. അതായത് 4 1 മായി ചേരുന്നു. ഇവയെല്ലാം ചേരുമ്പോൾ ലഭിക്കുന്ന പൊരുത്തം 1 4 2 3 3 2 4 1. അതിനാൽ ഓപ്ഷൻ ബി ആണ് ശരി. വളരെ നന്നായിരിക്കുന്നു. അടുത്ത ചോദ്യവുമായി വീണ്ടും കാണാം. ഹാപ്പി ലേണിംഗ്.